ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമാണ്, അതുപോലെ നല്ല മഴയുമാണ് കേട്ടോ. ഞാനിന്ന് 4:50 എഴുന്നേറ്റ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ, അതുകൊണ്ടാണ് ഈ രാവിലെ എഴുന്നേൽപ്പ്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ 6 മണി 6:30 ആയിട്ട് എഴുന്നേൽക്കാറുള്ളൂ. അപ്പം ഞാൻ 4:50 എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചിട്ട് വന്ന് കിച്ചണിലോട്ട് കയറി ഫുഡിൻ്റെ പരിപാടിയിലോട്ട് കിടന്നു കേട്ടോ. ഒരു പാത്രത്തിൽ ഞാൻ അവിയൽ വെക്കാനും വെച്ചു. ഒരെണ്ണത്തിലോട്ട് കഴിഞ്ഞ ദിവസം കൊഞ്ച് മേടിച്ച് വെച്ചിരുന്നു, അത് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് രണ്ടും ഉണ്ട്, പിന്നെ കുറച്ച് കൊഞ്ചെടുത്ത് ഫ്രൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അത് മതി കേട്ടോ. കൊഞ്ച് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചിലർ കളിയാക്കാറുണ്ട്, എന്നും ഇവിടെ പുട്ടാണ് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ എന്നും പറഞ്ഞ് മറ്റ് ഫുഡുകളും ഉണ്ടാക്കാറുണ്ട്. പിന്നെ എളുപ്പം പുട്ടാണ്, കാര്യം ഇവർക്ക് വണ്ടി നേരത്തെ വരും കേട്ടോ. സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 9 മണിക്കൊക്കെ അല്ലേ നമ്മൾ സ്കൂളിൽ പോയി, 8:30 9 മണിയൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ 7 മണി 7:30 6:50 6:30 ഈ ടൈമിലൊക്കെയാണ് ബസ് വരുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യാൻ? അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ആ ടൈമിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തായാലും അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് ഞാൻ അവിയലിനരയ്ക്കും കേട്ടോ. അതിനായിട്ട് കുറച്ച് തേങ്ങയും നമ്മളെ ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാനങ്ങ് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊഞ്ച് തീയലിൻ്റെ പരിപാടി അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. നിങ്ങൾ ആ ജനലിലോട്ട് നോക്കിയാൽ നല്ല ഇരുട്ടാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു തട്ടലും മുട്ടലൊക്കെ കേട്ട് ഞാൻ പേടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ആ പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എലി ഓടുന്നു കേട്ടോ. പുറത്തുകൂടെ ഭയങ്കര എലിശല്യമാണ് കേട്ടോ. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും ഞാനൊന്ന് ഞെട്ടും. പിന്നെ അകത്ത് വെട്ടിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിയലിൻ്റെ അരപ്പൊക്കെ അതിനകത്തോട്ട് തട്ടിയിട്ടു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരില്ലേ, എന്ത് കാര്യമായിട്ടായിരുന്നു അന്നത്തെയൊക്കെ ഒരു ലൈഫ് എന്ന് പറയുന്നതല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ടൈം, സ്കൂളിൽ പഠിക്കുന്ന ടൈം, ഇതൊക്കെയായിരുന്നു ഏറ്റവും നല്ല സമയം. ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെ. എന്നിരുന്നാലും ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോകാൻ പറ്റും. പക്ഷേ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ വേറെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലൊക്കെ പോവും. പുതിയ വീട്, പുതിയ ആൾക്കാർ, പുതിയ രീതികൾ എല്ലാം പുതിയ ഓരോന്നിലോട്ട് ചെല്ലുമ്പോൾ അവരതനുസരിച്ച് നിൽക്കണം അല്ലേ. നമുക്കതൊന്നും പറ്റില്ലല്ലോ. പക്ഷെ ഞാനും ആദ്യമായിട്ടൊക്കെ വന്ന ടൈമിൽ എനിക്കും അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വർഷം ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയിപ്പം ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം നമ്മളെ എന്താ പേര് വിളിക്കുക? നമ്മളെ പോലുള്ള സ്ത്രീകളെ കുടുംബിനി എന്ന് വിളിക്കില്ല. ഞാനും അതുപോലെ ഒരു കുടുംബിനിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനങ്ങനെ തീയലിനുള്ളതാണ്ട് എൻ്റെ കൊഞ്ച് സവാളയും കിഴങ്ങും എല്ലാം കൂടി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അവിയൽ താണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യണം? ഞാൻ തലേ ദിവസമേ തീയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്ത് വെച്ചിരുന്നു കേട്ടോ. അതിനകത്ത് മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കറിവേപ്പില എല്ലാം ചേർത്താണ് ഞാൻ വറുത്ത് വെച്ചിരുന്നത് കേട്ടോ. തലേ ദിവസമേ വറുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം വെക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ രാവിലെ കിടന്ന് അതിൻ്റെ മുകളിൽ കൂടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ചോറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തീയലിനുള്ള എല്ലാം നല്ല കണക്ക് അരച്ച് കലക്കി എല്ലാം റെഡിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പാകമായി വരട്ടെ. അതിന് ഞാനൊരു 5 കൊഞ്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്നറിയാമോ? എൻ്റെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവനൊരു 5 കൊഞ്ച് ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്ന് തലേ ദിവസമേ എന്നോട് പറഞ്ഞു. അവൻ എപ്പോഴും ഉള്ളൊരു കണക്കാണ് കേട്ടോ, 5. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് നെത്തോലി കൊഞ്ചുമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഡെയിലി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ തീയലൊക്കെ അതാ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ടൈപ്പ് പുട്ടാണ്, ഒന്ന് അരിപ്പുട്ടും ഒന്ന് ഗോതമ്പ് മാവിൻ്റെ പുട്ടും. കാരണം അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ആയത് കാരണം അവർക്ക് ഗോതമ്പിൻ്റെ ദോശയും പുട്ടുമൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അടുപ്പിലോട്ട് ഇതുകൊണ്ട് കൊഞ്ച് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ എരിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിലോട്ട് ചായക്കും വെച്ചു. ഇപ്പം നിങ്ങൾ ജനലിൽ നോക്കിയാൽ കാണാം കേട്ടോ, നേരം വെളുത്തു വന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 6 മണിയോടൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കൊഞ്ച് തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നേരെ വന്നിട്ടുണ്ട്. എൻ്റെ ചായ തിളച്ചു. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ചായ മതിയായതുകൊണ്ടാണ് ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചായ ഇടുന്നത്. എനിക്ക് ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു ശീലം വന്നിട്ടുണ്ട്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ പൊതുവേ എപ്പോഴും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചിരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അതൊരു ശീലമായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ അതും വൃത്തിയാക്കി അത് കഴിഞ്ഞ് കുട്ടിക്ക് പോകാനുള്ള സമയപ്പോഴത്തേക്ക് താണ്ട നല്ല ചൂട് ചോറ് പാത്രത്തിലോട്ടിട്ടു. പിന്നെ നമ്മൾ കറികളായിട്ട് കൊടുത്തു വിടുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ച അവിയൽ,
പിന്നെ ഒരു 5 കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അത് 5 കൊഞ്ച് തീരെ ഒരു പാത്രത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതവൻ കഴിക്കാൻ സാധ്യതയില്ല. അവിയലും കഴിക്കില്ല. വെജിറ്റബിൾ പിള്ളേർക്ക് തീരെ പിടിക്കില്ലല്ലോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വെജിറ്റബിളിനോടൊന്നും താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചമ്മന്തിയും തോരനോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി, അവിയൽ, ഒരു മുട്ട, വല്ലപ്പോഴും ഒരു മീൻ ഫ്രൈ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരുന്നു. അന്നൊന്നും സ്നാക്സ് പോലും കിട്ടത്തില്ലായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് 25 പൈസ കൊണ്ടുപോകുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? നാരങ്ങ വെള്ളമോ മാങ്ങ വെള്ളമോ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്നൊക്കെ അതിന് ഭയങ്കര ഡിമാൻഡുമായിരുന്നു. സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് റസ്ക്കാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ പോയപ്പോൾ അവിടെ ഇരുന്നതാണ് റസ്ക്. അവനത് മതിയെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ 7 മണിക്ക് മുന്നേ ഞാൻ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് വീട് മൊത്തവും അടിച്ചു വാരൽ. ഈ അടിച്ചു വാരൽ എന്നും ഞാൻ ഈ 7 മണിക്ക് മുന്നേ ചെയ്യുന്നത് എന്താണെന്നറിയാം. അച്ഛൻ വന്ന് 7 മണിയാകുമ്പോൾ ന്യൂസ് ഇടും കേട്ടോ. അത് വന്ന് ഇടുന്നതിന് മുന്നേ ഞാൻ ഇതങ്ങ് തീർത്ത് വയ്ക്കും. പിന്നെ അച്ഛൻ സൗകര്യം പോലെ അവിടെ നിന്ന് ന്യൂസ് കണ്ടോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്ന് നോക്കാറുണ്ട്. അപ്പോൾ ആ ക്ലീനിങ് എല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ചായ കുടി കേട്ടോ. ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലെങ്കിൽ തലവേദന എടുക്കും. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനൊരു ശീലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ ബാലൻസ് ഇരുന്ന പാത്രം എല്ലാം കഴുകി അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഈ ക്ലീൻ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? നേരത്തെ പണി തീർന്നാൽ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഞാൻ പകലുറക്കമുണ്ട് കേട്ടോ. അപ്പം ജോലിയെല്ലാം തരുന്ന കുട്ടി സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങുവാണെങ്കിൽ 12:30 വരെ ഉറങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനായി. ഓക്കെ, ബൈ.